ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ വെജിറ്റബിൾ കുറുമയാണ്. അതിനുവേണ്ടി 150 ഗ്രാം പനീർ, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, മീഡിയം സൈസ് സബോള കൊത്തി അരിഞ്ഞത്, ക്യാരറ്റ് ഒരെണ്ണം, 8 ബീൻസ്, 8 കാഷ്നട്ട്, തക്കാളി ഒരെണ്ണം. പിന്നെ നമുക്ക് പച്ച ഗ്രീൻ ബീൻസ് ആണ് വേണ്ടത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് 2 വശവും ചെറിയൊരു നിറം മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കണം. ഇത് ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ പാനിൽ ആ എണ്ണയിലേക്ക് നമ്മൾ നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഒരു പച്ചമുളകും നമ്മൾ എടുത്ത ആ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഉള്ളി ഈ പരുവത്തിൽ വേണം എടുക്കാൻ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പം നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമെല്ലാം പറ്റി ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ബീൻസിൻ്റെ ഒക്കെ കളറും മാറി വന്നിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളൊക്കെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പനീർ കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ പനീറൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് അതിനകത്തേക്ക് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് വെക്കുക. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്തു. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടി ചേർത്ത് വയ്ക്കാം. കാഷ്നട്ട് ചേർത്തു. ഇനി നമുക്ക് പനീറിന് ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പനീറിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പനീർ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.